ഹലോ ഹായ് ഫ്രണ്ട്സ്. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരുപാട് പേര് കുറച്ച് ഫോൺ വിളിച്ചിട്ട് ഒരു എൻക്വയറി ചോദിക്കുന്നതാണ് ലോണിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ഇത് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാർക്ക് വേണ്ടി ചെയ്യാം. ഒന്ന്, ഞാൻ MBA ചെയ്യണം, ഫ്യൂച്ചറിൽ MBA ചെയ്യണം, പക്ഷെ ബി സ്കൂൾസിലൊക്കെ നോക്കുമ്പോൾ അവരുടെ ലോൺ വളരെ അവരുടെ ഫീസ് വളരെ കൂടുതലാണ്. 25 ലക്ഷം to 30 ലക്ഷം ഒക്കെ ലോൺ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു പരിപാടിക്ക് പോണോ എന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. സെക്കൻഡ്, ഇത്തവണത്തെ നല്ല ബി സ്കൂൾസ് എല്ലാം കൺവേർട്ട് ചെയ്ത ആൾക്കാർക്ക് എവിടെ ലോൺ എടുക്കണം, എങ്ങനെ ലോൺ എടുക്കണം. സോ ഞാൻ രണ്ടും ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബി സ്കൂൾസിന്റെ ഫീസിനെ കുറിച്ച് പറയുമ്പോൾ, ഒന്ന്, നമ്മുടെ ബി സ്കൂൾസിന്റെ ഒക്കെ ഫീസ്, ഇന്ത്യയിലുള്ള ടോപ്പ് ബി സ്കൂൾസിന്റെ അല്ലെങ്കിൽ ഏത് ബി സ്കൂൾസിന്റെയും ഫീസ് എടുത്തു നോക്കിയാൽ, ഞാൻ പറയുന്ന ഒരു ടോപ്പ് 30 ബി സ്കൂൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഫീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആവറേജ് പാക്കേജിന്റെ ഫംഗ്ഷൻ ആയിട്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ ഉദാഹരണത്തിന് IIM, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ടയിലൊക്കെ നോക്കിയാൽ ഏതാണ്ട് 30 ലക്ഷത്തിന് മുകളിൽ ആവറേജ് പാക്കേജ് വരുന്നുണ്ട്. ഏതാണ്ട് 30 ലക്ഷത്തിന് മുകളിൽ അത്യാവശ്യം ഒരു ഫീസും വരുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ പഠിച്ച് നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു ലോണിന്റെ EMI നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അടയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരെല്ലാവരും ഫീസ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ദർ ആർ എക്സെപ്ഷൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് KJ സോമയ്യ ഫോർ എക്സാമ്പിൾ എനിക്ക് ROAയിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ബി സ്കൂളാണ്. കാരണം KJ സോമയ്യയിൽ ഈ പറയുന്ന എല്ലാം കൂടെ ചേർത്ത് 10-30 ലക്ഷം രൂപ ഫീസ് അടച്ചിട്ട് അവിടെ നിന്ന് കിട്ടുന്ന ഒരു 12 LPA വെച്ചിട്ട് എനിക്ക് തോന്നുന്നു that students is going to struggle a little bit. I'm not talking about the outliers who are going to come out of the batch with the best placements from that particular course, but then ഒരു ആവറേജ് സ്റ്റുഡന്റ് സ്ട്രഗിൾ ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പക്ഷെ വെൻ ഇറ്റ് കംസ് ടു എനി അതർ, സേ ഇപ്പൊ ബേബി എയിംസ് എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഫീസ് ഒരു 18 ഒക്കെ ആണ് അവർ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ബട്ട് ദെൻ ഇഫ് യു ലുക്ക് അറ്റ് ദി ആവറേജ് പാക്കേജ്, ഇറ്റ് വിൽ ബി അറൌണ്ട് 15 to 16. സോ അത്യാവശ്യം ടാലിയായ ഒരു ഈക്വലന്റ് ആയിട്ട് പോകുന്നതാണ് കാണാറുള്ളത്. ഈ രണ്ടാമത്തെ കാര്യം, ഇറ്റ്സ് എ വെരി ഗുഡ് ലോൺ ടു ഗിവ്, ബിക്കോസ് ഇഫ് യു ക്രാക്ക് എനി ടോപ്പ് ടയർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി കൺട്രി, നിങ്ങൾക്ക് കൊളാറ്ററൽ ഫ്രീ ആൻഡ് കോബോറോ ഫ്രീ ലോൺസ് കിട്ടും. അതായത് എസെൻഷ്യലി നിങ്ങൾ കൊളാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ അതുവരെ ഒരു ക്രെഡിറ്റ് കാർഡ് പോലും എടുത്തിട്ടില്ല. അത് IIM ഇൻഡോർ കൺവേർട്ട് ചെയ്യുന്നവരെ ഞാൻ ഒരു ക്രെഡിറ്റ് കാർഡ് പോലും എടുത്തിട്ടില്ല. ഒരു ബജാജ് ഫിനാൻസിൽ ഒരു EMI ഒരു സാധനം പോലും എടുത്തിട്ടില്ലാത്ത എനിക്ക്, അതായത് സിബിൽ സ്കോർ നെഗറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ 0 ആയിട്ടുള്ള എനിക്ക്, ഈ ബി സ്കൂൾ കൺവേർട്ട് ചെയ്തപ്പോൾ തന്നെ ഇന്ത്യയിലുള്ള എല്ലാ മികച്ച ബാങ്കുകളും വിളിച്ചിട്ട് പറയുകയാണ്, നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ലോൺ സാങ്ഷൻ ആക്കി തരാൻ പറ്റും, നിങ്ങൾ നമ്മളുടെ അടുത്ത് നിന്ന് ലോൺ എടുക്കണം എന്ന്. അപ്പം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് നിങ്ങളുടെ സിബിളിന്റെ ബലത്തിലല്ല, നിങ്ങളുടെ ആധാരത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഈട് വെക്കുന്ന സ്വർണത്തിന്റെ ഒന്നും ബലത്തിലല്ല. കാരണം ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജാമ്യം നിൽക്കുന്ന ആളുടെ ബലത്തിലല്ല. കാരണം നിങ്ങൾക്ക് ആരും ജാമ്യം നിൽക്കേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദി ബ്രാൻഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ദേ നോ ദാറ്റ് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് നിങ്ങൾ ആ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ 100% ചാൻസ് നിങ്ങൾ ആ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ യു വിൽ ബി ഏർണിംഗ് എ വെരി ഗുഡ് സാലറി. സെക്കൻഡ്, there is a high chance that your salary account will also be in that particular bank. Say for example, ഇപ്പോൾ HDFC നിങ്ങളെ കൊണ്ട് ലോൺ എടുപ്പിച്ചാൽ there is a chance that നിങ്ങൾ അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾ HDFCയിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യും. നിങ്ങളുടെ സാലറി എല്ലാ മാസവും ഏതാണ്ട് 1.5 ലക്ഷം രൂപയൊക്കെ ആ HDFCയിൽ തന്നെ വരികയും ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇറ്റ്സ് എ വെരി സേഫ് ബെറ്റ് ആൻഡ് എ വെരി ഗുഡ് ലോൺ ഫോർ ദം ടു ഗിവ്. അതായത് നിങ്ങളുടെ ട്രസ്റ്റ് ചെയ്തിട്ടല്ല, ബേസിക്കലി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്തിട്ടാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ ദി സിസ്റ്റം വർക്ക്സ്. സോ ഇപ്പം ബേസിക്കലി പൈസ ഫീസ് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ യൂറോപ്പിൽ 10 ലക്ഷം രൂപയ്ക്കും 15 ലക്ഷക്കും കിട്ടുന്ന ഏതെങ്കിലും കോഴ്സിന് പോകാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ ടോപ്പ് ബി സ്കൂളിൽ ഏതെങ്കിലും നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദി ഫിനാൻസസ്, ബിക്കോസ് ദി എൻറ്റയർ ഫീസ് വിൽ ബി ടേക്കൺ കെയർ. ആൻഡ് നോട്ട് ജസ്റ്റ് ദി ഫീസ്, നിങ്ങളുടെ ട്യൂഷൻ ഫീസ്. ആ ട്യൂഷൻ ഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബി സ്കൂളിന്റെ ഫീസ് യൂഷ്വലി വരാറുള്ളത്, ബി സ്കൂളിന്റെ ഫീസ്, ട്യൂഷൻ ഫീസ് പ്ലസ് നിങ്ങളുടെ ലോഡ്ജിങ് ഫീസ്, അക്കോമഡേഷൻ ഫീസ്, ചില സ്ഥലത്ത് മെസ്സും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. നിങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡിംഗ് യുവർ സ്റ്റഡി മെറ്റീരിയൽസ് വിൽ ബി കവേർഡ് ഔട്ട് ദെയർ. ബട്ട് ദെൻ ഇപ്പം പക്ഷെ എവിടെ നിന്ന് ഇനി ലോൺ എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ വുഡ് സജസ്റ്റ് നിങ്ങളുടെ കോളേജിന് അടുത്തുള്ള ഒരു ബ്രാഞ്ചിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ കോളേജിൽ നിങ്ങളുടെ ഫാക്കൽറ്റീസും ബാക്കിയുള്ള കൂടുതലും ആൾക്കാരും ലോൺ സാങ്ഷൻ ചെയ്യുന്ന ആ ബ്രാഞ്ചിൽ നിന്ന് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവർ ചിലപ്പോൾ കുറച്ച് ഡിമാൻഡ് ഇടാം. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ IIM ഇൻഡോറിലായിരുന്ന സമയത്ത് IIM ഇൻഡോറിനകത്ത് ഒരു SBI ബ്രാഞ്ച് ഉണ്ട്. അപ്പൊ ഈ SBI ബ്രാഞ്ചിനെ വിളിച്ചപ്പോൾ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം എന്താ, അവർക്ക് ഓൾറെഡി ഞാൻ കൺവേർട്ട് ചെയ്തത് ഒരു 3rd ലിസ്റ്റിലോ മറ്റോ ആണ്. അപ്പോൾ ഓൾറെഡി അവർക്ക് ഒരു 10-200-250 ലോൺ ആപ്ലിക്കേഷൻ കിട്ടി. അവരുടെ എല്ലാവരുടെയും ടാർഗറ്റ് മീറ്റ് ചെയ്തു. അവർ വളരെ ഹാപ്പിയാണ്. അവർക്ക് ഇനി പുതുതായിട്ടൊരു ലോൺ ആപ്ലിക്കേഷൻ എടുക്കാനുള്ള ഒരു എഫേർട്ട് ഇടാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഞാൻ അവിടെ തന്നെ സ്ട്രഗിൾ ചെയ്ത് അവിടെ തന്നെ പേപ്പർ വർക്ക് ചെയ്ത് അവരെ കോളേജിലൊക്കെ വിളിച്ച് പറഞ്ഞു, ഈ SBI നമുക്ക് ലോൺ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കോളേജുകാരൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അവിടെ നിന്ന് തന്നെ ലോൺ കിട്ടി. ആ ലോൺ കിട്ടിയത് SBI IIM ഇൻഡോർ ബ്രാഞ്ചിൽ നിന്ന് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടായി. കാരണം there were a couple of my friends who took it from SBI അവരുടെ നാട്ടില്, there are friends who took it from
സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലെ, യൂണിയൻ ബാങ്ക് അല്ലെ, ICICI അല്ലെങ്കിൽ HDFC എന്നൊക്കെ എടുത്ത ആൾക്കാരുണ്ട്. സോ ഇതിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയാം എന്തൊക്കെയായിരുന്നു എനിക്കുണ്ടായിരുന്ന പ്ലസ് എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം, അന്ന് ഒരു കോവിഡിന്റെ ടൈമൊക്കെ ആയിട്ട് ബാങ്ക് റേറ്റ് വളരെ കുറഞ്ഞിരിക്കുന്ന 6.67% ബാങ്ക് റേറ്റ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു 15 years ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ SBI അന്ന് ലോൺ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു പോരായ്മ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 10% ആണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ള സാധനം എടുത്താൽ നാളെ ബാങ്കിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒരു 8% 7% ആകുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് കിട്ടില്ല. യു സ്റ്റിൽ ബി പേയിങ് 10%. ബട്ട് അന്ന് ബാങ്ക് റേറ്റ് കിട്ടാവുന്നതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന സമയത്ത് only SBI വാസ് ഗിവിംഗ് എ ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പൊ ഇന്ന് അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ യു ജസ്റ്റ് ഗോ ഫോർ വിച്ച് എവർ ബാങ്ക് വിച്ച് ഇസ് ഗിവിംഗ് യു മാക്സിമം എമൗണ്ട് പ്ലസ് ഹയസ്റ്റ് ടെന്യൂർ പ്ലസ് ലോവസ്റ്റ് ഇൻട്രസ്റ്റ്. അപ്പൊ ഇത് മൂന്നും നിങ്ങൾ നോക്കിയാൽ മതി. ഇത് മൂന്നുമാണ് നിങ്ങൾ നോക്കേണ്ട പാരാമീറ്റേഴ്സ്. പക്ഷെ കോളേജിലെ ബ്രാഞ്ചിൽ എടുക്കണം എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം SBI തന്നെ എന്റെ ഒരു ഫ്രണ്ട് ആലപ്പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, നാട്ടിലെ ബ്രാഞ്ചിൽ. അപ്പം നമ്മള് ഈ പറയുന്ന ഫീസ് മാത്രമല്ല, ഇപ്പൊ എല്ലാ ടേം ആവുന്ന സമയത്ത് IIM Indore SBI ബ്രാഞ്ചിൽ എല്ലാവരും ഒരുമിച്ച് ബൾക്കായിട്ട് ലോൺ എല്ലാവരുടെയും ഫീസ് അടയ്ക്കാനുള്ളതുകൊണ്ട് അവര് തന്നെ നമ്മളെടുത്ത് വിളിച്ചിട്ട് പറയും, നിങ്ങളുടെ ഫീസ് അടയ്ക്കാനുള്ള ടൈമായി, നിങ്ങൾ ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം കൂടെ നെഫ്റ്റ് ചെയ്തോളൂ എന്ന് പറയും. അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് പോലുമില്ല. മൊത്തം ഒരു 6 മെയിൽ എന്തോ അയച്ചത് മാത്രമേ ഉള്ളൂ ഓരോ ടേമിലും. കാരണം MBA മൊത്തം 6 ടേമാണ്. അവര് തന്നെ ഫീസ് അടയ്ക്കും, നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം നാട്ടിലെ ബ്രാഞ്ചിലാവുമ്പോൾ നിങ്ങൾ നാട്ടിലെ ബ്രാഞ്ചിൽ വിളിച്ച് പറയണം, ഇങ്ങനെ ഒരു ടേം ഫീസ് വരുന്നുണ്ട്, അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ആ പൈസ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തരണം, പിന്നെ അത് നിങ്ങൾ കോളേജ് ബാങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഹാസൽസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ബിക്കോസ് ദേ നോ ദി ടെർമിനോളജീസ്, ദേ ഹാവ് ബീൻ ഹാൻഡ്ലിംഗ് എ ലോട്ട് ഓഫ് ദീസ് ലോൺ കേസസ്, റൈറ്റ്? പിന്നെ വേറെ, നിങ്ങൾ അവിടെ പോയിട്ട് കോളേജിൽ പോയിട്ട് ഒരു ഫോറിൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം, അതിന് നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടി, ഒരു 5 ലക്ഷം രൂപ എക്സ്ട്രാ വേണം. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലേക്ക് നിങ്ങളുടെ നാട്ടിലെ ബ്രാഞ്ചിലൊക്കെ പോയി പറയുന്നതിനേക്കാളും ഈ കോളേജിലെ ബ്രാഞ്ചിൽ പോകുമ്പോൾ ദേനോ ഓക്കെ ഫോറിൻ എക്സ്ചേഞ്ചിന് വന്നതാണല്ലേ, അപ്പൊ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വളരെ ഈസിലി തരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് ബാങ്കിൽ വേണമെങ്കിലും എടുക്കുക. ഇപ്പൊ എന്തായാലും SBI ഒന്നും ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഒന്നും ഓഫർ ചെയ്യാത്തതുകൊണ്ട് എനി ബാങ്ക് ഡസന്റ് മാറ്റർ. ബട്ട് ദെൻ വാട്ട് ഐ ആം ട്രൈങ് ടു സേ ലൈക്ക് കോളേജ് ബ്രാഞ്ച് ആണെങ്കിൽ ഐ ഫീൽ ലൈക്ക് ഇങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ടെന്ന്. പിന്നെ രണ്ട്, നിങ്ങൾ ഇപ്പൊ തന്നെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നിങ്ങൾ അവിടുത്തെ ബ്രാഞ്ചിൽ കോൺടാക്ട് ചെയ്തിട്ട് മെയിൽ ചെയ്ത് അല്ലെങ്കിൽ ഫോം വിളിച്ചിട്ട് ഒരു ഫോം അയച്ചു തരാൻ പറയാം. നിങ്ങൾ ആ ലോണിന്റെ ഫോം പ്രിന്റ് ഔട്ട് എടുത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ്, ഇപ്പം നിങ്ങൾ സേ ഫോർ എക്സാമ്പിൾ HDFCയിലാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിയറസ്റ്റ് HDFC പോയിട്ട് ലോണിന്റെ ആപ്ലിക്കേഷൻ മൊത്തം ഫില്ല് ചെയ്തിട്ട് അവിടെ അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ലോൺ വേണ്ടത് അവിടെയാണെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ തന്നെ വെരിഫിക്കേഷൻസ് എല്ലാം ചെയ്യും. എന്തായാലും ഞാനിപ്പോ SBIയിലാണെങ്കിൽ അവിടെ വിളിച്ചു പറഞ്ഞു, അവരെനിക്ക് ലോൺ ആപ്ലിക്കേഷൻ അയച്ചു തന്നു. അത് പ്രിന്റ് എടുത്ത് ഞാൻ ഫില്ല് ചെയ്ത് നാട്ടിലെ എന്റെ NIT കാലിക്കറ്റ് SBI ബ്രാഞ്ചിൽ പോയി അവരെനിക്ക് എല്ലാ ഫോർമാലിറ്റീസും ചെയ്തു. ഞാൻ നേരെ പോയി ഇത് കംപ്ലീറ്റ് ചെയ്തു, ഈ ലോൺ എടുത്തു. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ലോൺ സാങ്ഷൻ ആക്കുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി ഈ 18-20 ലക്ഷം രൂപ ലോൺ, ഞാൻ ഇതുവരെ 1 ലക്ഷം രൂപ തികച്ച് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഞാൻ എങ്ങനെയാണ് 20 ലക്ഷം രൂപ ലോൺ എടുക്കുക എന്ന് വിചാരിച്ചിട്ട് മാക്സിമം കുറച്ച് അപ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. നിങ്ങൾക്ക് അപ്രൂവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് നിങ്ങൾ അപ്രൂവ് ചെയ്യുക. നിങ്ങൾക്ക് ലോൺ വേണ്ടെങ്കിൽ നിങ്ങൾ അപ്രൂവ് ചെയ്തിടുക. നിങ്ങളുടെ ലാപ്ടോപ്പ് ഉണ്ട്, എന്നാലും ലാപ്ടോപ്പ് അലവൻസും കൂടെ ചേർന്ന് ടിക്ക് ചെയ്തിടുക. കാരണം ബെയർ മിനിമം ഇപ്പം SBIയിലാണ് ഏറ്റവും കുറവ് ലോൺ സാങ്ഷൻ ചെയ്യുന്നത്. കാരണം അന്ന് എന്റെ 18 ലക്ഷം രൂപ ഫീസ് ഉണ്ടായിരുന്ന സമയത്ത് 25 lakhs വരെ സാങ്ഷൻ ചെയ്ത് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. വെൻ സൗത്ത് ഇന്ത്യൻ ബാങ്ക് വാസ് ഓൾസോ റെഡി ടു ഗിവ് ലൈക്ക് അറൌണ്ട് 35 lakhs. 18 ലക്ഷം ഫീസുള്ള കോഴ്സിന് they were ready to approve up to 35 lakhs. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈക്ക് വാങ്ങാം, പല ഓപ്ഷൻസും, ഒരുപാട് ലിവിംഗ് എക്സ്പെൻസ്, മന്ത്ലി വേണമെങ്കിൽ 30,000 വരെ ലിവിംഗ് എക്സ്പെൻഡിച്ചറിന് നിങ്ങൾക്ക് സാങ്ഷൻ ആക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ലോൺ എടുക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ SBI എടുത്തത് അന്ന് ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഉള്ളതുകൊണ്ടാണ്. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ടെന്യൂറിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, യു ഗോ ഫോർ വിച്ച് എവർ ബാങ്ക് വിച്ച് ഈസ് കംഫർട്ടബിൾ ഫോർ യു, അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ട്സ് ഉള്ള സ്ഥലത്തൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ ലോൺ അപ്രൂവ് ചെയ്ത് വെച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ലാപ്ടോപ്പ് വേണ്ടാന്ന്. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വരാതിരിക്കട്ടെ, ക്യാമ്പസിൽ കയറി കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പ് അടിച്ചു പോകുന്നു, പുതിയൊരു ലാപ്ടോപ്പ് വേണം, 1 ലക്ഷം രൂപ വേണം, വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് എടുക്കാനുണ്ടാവില്ല. നേരെ നിങ്ങൾ ബാങ്കിൽ പോയി പറയുന്നു, ഞാൻ അപ്രൂവ് ചെയ്ത് വെച്ച 1 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പിന്റെ പൈസ തരാൻ പറയുന്നു. ആ പൈസ എടുത്ത് നിങ്ങൾ ലാപ്ടോപ്പ് വാങ്ങുന്നു. നിങ്ങൾക്ക് വിചാരിക്കാത്ത എന്തെങ്കിലുമൊക്കെ എക്സ്പെൻസ് വന്നു, പോയിട്ട് ബാങ്കിൽ പോയിട്ട് എനിക്ക് ഈ മാസം 20,000 രൂപ വേണം. ഇപ്പൊ ലിവിംഗ് എക്സ്പെൻസ് എല്ലാം വന്നു എടുക്കണമെന്നില്ല. ഞാനൊന്നും ലിവിംഗ് എക്സ്പെൻസ് ത്രൂ ഔട്ട് എടുത്തിട്ടില്ല. പക്ഷെ അവസാനത്തെ 2-3 മാസം വന്ന സമയത്ത് നമ്മൾ എല്ലാവരും പ്ലേസൊക്കെ ആയി കുറച്ച് എൻജോയ്മെന്റ് ഒക്കെ കൂടുന്ന ടൈമാണ്. കുറച്ച് ട്രിപ്പിനൊക്കെ അത് കഴിഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് പോകണമായിരുന്നു. അപ്പൊ ഞാൻ ഈ പറയുന്ന ലോണിന്റെ എല്ലാ മന്ത്ലി എക്സ്പെൻസസ് ആയിട്ട് SBIയിൽ 10,000 മാക്സിമം ഒരു മന്ത് കിട്ടും. അത് മൊത്തം ഞാൻ വലിച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു എന്റെ എക്സ്പെൻസ്, ബാക്കിയുള്ള എക്സ്പെൻസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി. സോ മാക്സിമം കിട്ടാവുന്ന മാക്സിമം ലോൺ നിങ്ങൾ സാങ്ഷൻ ആക്കി വെക്കുക എന്നുള്ളതും എനിക്ക് തരാവുന്ന ഒരു അഡ്വൈസ് ആണ്. പിന്നെ ഈ ലോണ് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ചെയ്യുന്ന എന്റെ EMI 16,000 rupees പെർ മന്ത്. ഇപ്പൊ കുറച്ച് ഫീസൊക്കെ കൂടിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 25,000 രൂപ മാസം അടയ്ക്കേണ്ടി വരും.
ഈ 25,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ഒരു MBA കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു Tier 1 MBA കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റൂല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ MBAക്ക് പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്രയെങ്കിലും സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. സോ ഈസിലി അടച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ലോണാണ് നിങ്ങൾക്ക്. പിന്നെ ചാടി കയറി 2-3 വർഷം കൊണ്ട് അടച്ചു തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ലോണ് അവിടെ തന്നെ ഉണ്ടാവും. നിങ്ങളുടെ ഒന്നും സ്റ്റേക്കിലല്ല, ആധാര സ്റ്റേക്കിലല്ല, കോവറോർ സ്റ്റേക്കിലല്ല, ആരും കഴുത്തിന് പിടിക്കാൻ പോകുന്നില്ല. ദി ഒൺലി തിങ് ഈസ് നിങ്ങൾ ഇനിഷ്യൽ മന്ത്സിലൊക്കെ നിങ്ങളുടെ സാലറി ഒക്കെ ഒരു ഇനിഷ്യൽ കുറവായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സിറ്റി പോയി സെറ്റിൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 25,000 രൂപ മന്ത്ലി അടയ്ക്കാൻ പറ്റുന്നുണ്ടാവില്ല. വേണ്ട, നിങ്ങളുടെ കോളേജ് കഴിഞ്ഞ് 1 വർഷം വരെ നിങ്ങൾക്ക് ലോൺ അടയ്ക്കാതിരിക്കാം. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മിനിമം ലെവലിൽ EMI സെറ്റ് ചെയ്ത് ഒരു 2-3 വർഷം അടച്ചിട്ട് പൈസ നിങ്ങൾക്ക് കൂടുതൽ കിട്ടുമ്പോൾ, സാലറി ഒരുപാട് കൂടുതൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ബൾക്ക് എമൗണ്ട് ബോണസ് ഒക്കെ ആയിട്ട് കിട്ടുന്ന സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് ബൾക്കായിട്ട് അടച്ച് തീർക്കാവുന്നതാണ്. ഐഡിയലി 8 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ടാക്സിലും സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ന്യൂ റെജീം വന്നിട്ട് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയില്ല. ബട്ട് ദെൻ സ്റ്റിൽ നിങ്ങൾക്ക് ടാക്സിലൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ലൊരു ലോൺ ടു കീപ്പാണ് ഈ പറഞ്ഞൊരു ഒരു എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ ചില ഫ്രണ്ട്സ് ഒക്കെ ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള, കയ്യിൽ MBAയുടെ ഫീസ് അടയ്ക്കാൻ പൈസയുള്ള ആൾക്കാർ പോലും കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് MBA ചെയ്തിട്ടില്ല. ഇൻസ്റ്റന്റ് ദേ ടുക്ക് ദി ലോൺ ആൻഡ് ദേ സ്മാർട്ട്ലി ഇൻവെസ്റ്റഡ് ദാറ്റ് മണി സംവെയർ എൽസ്. കാരണം നല്ല ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഗുഡ് ലോൺ ടു കീപ്. സോ കൂടുതലും പേര് പൈസ ഉള്ള ഒരു ബിസിനസ്സുകാർ ഉൾപ്പെടെ ലോൺ എടുത്തിട്ടാണ് ഇത്രയും വലിയൊരു കോഴ്സ് ചെയ്യുന്നത്. ആൻഡ് ലോൺ എടുക്കുന്നതിനോട് നിങ്ങൾ അങ്ങനെ ഞാൻ ഇത്രയും പൈസ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇപ്പൊ ഞാൻ മരിച്ചുപോയാൽ എന്ത് പറ്റുമെന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ മരിച്ചുപോയ വീട്ടുകാർ ഇത് അടയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ അവർ എടുത്തിട്ടുണ്ട്. സോ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് സംഭവം. എഗെയിൻ നിങ്ങൾ Tier 1 കോളേജ് ആണെങ്കിൽ കണ്ണും പൂട്ടി എടുത്തോളുക. ബാക്കി ഇപ്പൊ ഒരു KJ സോമയൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഐ ഹാവ് മൈ ഓൺ റിസർവേഷൻസ്. ഇപ്പം റീസെന്റ് IIM കോഴിക്കോട് സ്റ്റാർട്ടഡ് ദർ BMS ബാച്ചിലർ ഇൻ മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്, ബാച്ചിലേഴ്സ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് ഒരു UG 4-year പ്രോഗ്രാം തുടങ്ങി. 28 ലക്ഷം രൂപ ഫീസ്. ഞാൻ പറഞ്ഞു എന്റെ പൊന്നു കുട്ടികളെ, ഇതിന് വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ പൊയ്ക്കോ, ലോൺ എടുത്തതിന് പോകില്ല. കാരണം പ്ലേസ്മെന്റ് സപ്പോർട്ട് പോലും ഇല്ല. MBA അല്ലത്, ഒരു UG പ്രോഗ്രാമാണ്. ആദ്യമായിട്ട് തുടങ്ങാൻ പോകുന്നത്, എങ്ങനെ ഇതാവുമെന്ന് അറിയില്ല. അപ്പൊ അതൊക്കെ ഒരു റിസ്ക് ആണ്. പക്ഷെ ഇതിൽ ഒരു റിസ്ക്കും അസോസിയേറ്റഡ് ആയിട്ടില്ല. സോ ധൈര്യമായിട്ട് നിങ്ങൾ പോവുക. അപ്പൊ ഇന്ന് എന്തായാലും ബി സ്കൂൾസ് ഒക്കെ കൺവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഉടനെ വെയിറ്റ് ലിസ്റ്റിലൊക്കെ നിൽക്കുന്നവർക്ക് എന്തായാലും കൺഗ്രാറ്റ്സ്. ആൻഡ് നിങ്ങൾ ഈ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ആലോചിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട. നിങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻസസ് വിൽ ബി കവേർഡ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ നന്നായിട്ട് ഏൺ ചെയ്ത് തുടങ്ങും. സോ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ഫൈൻ. സോ താങ്ക്സ് ലോട്ട് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.